നമ്മുടെ ട്രിവാൻഡ്രം വിഴിഞ്ഞത്ത് കടലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസ്റ്റോറന്റ് ഞാനിന്ന് പരിചയപ്പെടുത്തി തരാട്ടോ. കടലിനെ നേരെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ഹോട്ടലിൽ നിൽക്കുന്നത്. അവിടെ നമുക്ക് റൈറ്റിലോട്ട് തിരിഞ്ഞാൽ കോവളം ലൈറ്റ് ഹൗസ് കാണാം. പിന്നെ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം പള്ളിയും അതിഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ കഴിഞ്ഞ നോമ്പുതുറയുടെ സമയത്താണ് നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് ജ്യൂസും അതുപോലെ തന്നെ തണ്ണിമത്തനും ഓറഞ്ചും ഈത്തപ്പഴമൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. വിഴിഞ്ഞത്തെ എല്ലാ റെസ്റ്റോറൻസിലും ഉള്ള പോലെ അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് അവർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഓർഡർ ചെയ്താൽ മതി. ആവോലി തവയും ചെമ്പല്ലിയും വിളമീനും പുന്നാരമീനും കൊഞ്ചും കണവയും മഹമൂറും നെയ്മീനും ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാ ഫിഷ് ഐറ്റംസും അവർ ഗ്ലാസ്സിലിട്ട് നമുക്ക് വേണ്ടിയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരപ്പം തന്നെ മസാലയായിട്ട് നമുക്ക് പൊരിച്ചോ തവയോ തരുന്നതാണ്. റെസ്റ്റോറൻറ്റിൻ്റെ ഇന്റീരിയേഴ്സ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നേരെ കാണുമ്പോൾ ഉള്ള ഈ ഒരു കടലിന്റെ ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഓർഡർ ചെയ്തത് ആവോലിയാണ്. 1020 രൂപയാണ് എനിക്ക് ഈ ആവോലിക്ക് റേറ്റ് വന്നത്. 680 ഗ്രാം ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. റേറ്റ് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ നിങ്ങൾ എന്നെ കമന്റ് ബോക്സിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ കേട്ടോ. ഈ റേറ്റിന് ഇത് ലാഭമാണോ നഷ്ടമാണോ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കണേ. കൂടെ കഴിക്കാനായിട്ട് ഞാൻ 2 നെയ്പത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിഴിഞ്ഞത്ത് ആദ്യമായിട്ടായിരിക്കും നെയ്പത്തിരി കിട്ടുന്നത്. ബാക്കി എല്ലായിടത്തും അപ്പവും പൊറോട്ടയൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ നെയ്പത്തിരി ആദ്യമായിട്ടാണ് കിട്ടുന്നത്. കൂടെ ഞാൻ തേങ്ങാപ്പത്തിരിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ കാണിച്ചു തന്ന സാധനം. നെയ്പത്തിരിയും തേങ്ങാപ്പത്തിരിയൊക്കെ കിട്ടുന്ന വിഴിഞ്ഞത്തെ ഒരു ഷോപ്പ് ചിലപ്പോൾ ഇതായിരിക്കാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും വേറെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ഇറക്കണം കേട്ടോ. പിന്നെ അതിന്റെ കൂടെ ഞാനൊരു ഞണ്ട് റോസ്റ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഞണ്ട് റോസ്റ്റിന് ഞങ്ങൾക്ക് റേറ്റ് വന്നത് 450 രൂപയാണ്. അപ്പോൾ ഞാൻ ആദ്യം നെയ്പത്തിരിയും അതിന്റെ കൂടെ അവർ തരുന്ന മീൻകറിയും മീൻചാറും കൂടെ കൂട്ടിയിട്ട് അതൊന്ന് കഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. കൂടെ നമ്മുടെ ആവോലി ഫ്രൈ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ ഒരു കഷ്ണം ചെറുതായിട്ട് പിച്ചെടുത്തിട്ട് അതും കൂടെ കൂട്ടി കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. എന്നോ നെയ്പത്തിരി നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റും ക്രിസ്പി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മീൻകറിയും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കൊള്ളാല്ലേ. രണ്ട് ചെറിയ എത്ര ഞണ്ടുണ്ട്? 1 2 3 4 ഞണ്ടുണ്ടല്ലേ? 4 ഞണ്ട് തന്നെ. 1 2 ഞണ്ടല്ലേ? 2 എണ്ണം അല്ലേ? 2 ഞണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 2 ഞണ്ട് റോസ്റ്റിനാണ് നമുക്ക് 450 രൂപ റേറ്റ് വന്നത്. ഈ 450 രൂപ 2 ഞണ്ടിന് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് അഭിപ്രായം പറയാൻ മറക്കല്ലേ. നെയ്പത്തിരിക്ക് ശേഷം ഞാൻ 2 അപ്പവും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ കഴിക്കുന്നത് തേങ്ങാപ്പത്തിരിയാണ്. തേങ്ങാപ്പത്തിരി ഈ തേങ്ങാപ്പത്തിരി എന്ന് പറയുന്നത് ഉള്ളിലായിട്ട് തേങ്ങയൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻകറിയായിട്ട് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമായിരുന്നു കേട്ടോ. ഞണ്ട് റോസ്റ്റിൻ്റെ കൂടെയുള്ള ഈ ഒരു മസാല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അത് പത്തിരിയുടെ കൂടെ ആയിരുന്നാലും അപ്പത്തിൻ്റെ കൂടെ ആയിരുന്നാലും കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ നിന്ന് കഴിച്ച ആവോലി ആയിരുന്നാലും ഞണ്ടായിരുന്നാലും ബാക്കിയുള്ള പലഹാരങ്ങളായിരുന്നാലും എല്ലാം ടേസ്റ്റ് വൈസ് നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. പ്രൈസിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ കൂടുതലായിരിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ എങ്കിലും ടേസ്റ്റ് വൈസ് ഒന്നും നമുക്ക് മോശം അഭിപ്രായമൊന്നും പറയാനില്ല. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് വരുന്നത് കടൽ റെസ്റ്റോറൻറ്റ് എന്നാണ്. നമ്മുടെ വിഴിഞ്ഞം മുഹദ്ദീൻ പള്ളി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ കടൽ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇവിടെ നേരത്തെ പോയി കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാൻ മറക്കണ്ട. കഴിച്ചിട്ടില്ലാത്തവർ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. ടോട്ടൽ നമുക്ക് ബില്ല് വന്നത് 1595 രൂപയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു സ്പോട്ടിലെ ആഹാര വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ കൂടെ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ.